നിങ്ങൾ അനിയത്തിപ്രാവ് ഫിലിം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ലവ് സ്റ്റോറി ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഫിലിമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫേവറേറ്റ് എന്നതിനേക്കാൾ ഉപരി എൻ്റെ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ് അനിയത്തിപ്രാവ്. ആ ഒരു ഫിലിമിലെ സ്റ്റോറി തന്നെയാണ് ഞങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുള്ളത്. സോ അധികം ഇൻട്രൊഡക്ഷൻ ഇല്ല. ഞാൻ നമ്മുടെ 8th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ ലവ് സ്റ്റോറി എനിക്ക് പറ്റാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഒരു സിനിമയൊക്കെ പോലെ സംഭവിച്ച ഒരു ലവ് സ്റ്റോറി പറയാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ സുപ്രിയ സ്പീക്സ്. ഞാനേ ഭയങ്കര ഫോമൽ ആയിട്ടല്ല കേട്ടോ, ഒരു സ്റ്റോറി ഒരു കഥ പറയുന്ന പോലെ ഞാനങ്ങനെ പറഞ്ഞു പോവാം. 2010 ഞാൻ +2 കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻജിനീയറിങ്ങിന് അങ്ങനെ പ്രൊഫഷണൽ കോഴ്സസിന് ചേരാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ എനിക്ക് എൻജിനീയറിങ് പഠിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അന്ന് അതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും എല്ലാവരും എൻജിനീയറിങ് എടുക്കുന്നു. അപ്പം എന്നാൽ പിന്നെ എൻജിനീയറിങ് എടുത്തേക്കാം, ബിക്കോസ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞുള്ള ഒരു സബ്ജക്റ്റും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എൻ്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ +2 പഠിച്ച അവിടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഡിഗ്രി കോളേജ് ഉണ്ട്, പ്രചോദി കോളേജ് എന്ന് പറയും. കുറച്ച് ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. അപ്പോൾ അവിടെ BSc കമ്പ്യൂട്ടർ സയൻസിന് ചേരാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നേരെ അവിടെ പോവുക, സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക, അവിടെ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ അന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങാൻ വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്, നമുക്ക് തമിഴ്നാട്ടിൽ അവർ നാളെ പോകുന്നുണ്ട്, അവിടെ ഒരു കോളേജ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ എൻട്രൻസ് എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു തമിഴ്നാട്ടിലാണെങ്കിൽ എൻട്രൻസ് വേണ്ട, നമുക്ക് എൻട്രൻസ് ഇല്ലാണ്ടെയും BTechന് BE ആണ്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, അതായത് നമുക്ക് അവിടെ എഞ്ചിനീയറിംഗിന് ചേരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി അപ്പം അങ്ങനെയാണെങ്കിൽ അത് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ അന്ന് സർട്ടിഫിക്കറ്റ്സ് കൊടുത്തില്ല. ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, അപ്പച്ചൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ വലിയേട്ടൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്തു പോയി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കണ്ട, ഇവിടെ നാട്ടിൽ തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പച്ചനും എഡ്യൂക്കേഷനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അപ്പച്ചൻ പറഞ്ഞു അത് കുഴപ്പമില്ല, വേറെ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ല, അവൾ കറക്റ്റായിട്ട് പോയി പഠിച്ച്. സോ ഞാനിപ്പോൾ പറയുന്നത് ദ ഫസ്റ്റ് ട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ചേട്ടന്മാരെയും കൺവിൻസ് ചെയ്യിപ്പിച്ച് കുഞ്ഞാൻ്റെ അടുത്തും വലിയാൻ്റെ അടുത്തും പറഞ്ഞ് അപ്പച്ചനും ഓക്കെ ആയിരുന്നു. പിറ്റേ ദിവസം നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-30 പേരുണ്ടായിരുന്നു. ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സിലാണ് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് പിറ്റേ ദിവസം കോളേജ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ഓൾറെഡി കോളേജിനെ കുറിച്ച് അറിയാൻ അന്വേഷിച്ചിട്ടുണ്ട്. സോ അവർ അഡ്മിഷൻ എടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ മാത്രം പോകുന്നത് കോളേജ് കാണാനായിട്ടാണ്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സ്ട്രിക്റ്റ് കോളേജ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് തമിഴ്നാട്ടിൽ പഠിച്ചവർക്ക് അറിയാലോ, ശരിക്കും നമ്മുടെ ഹൃദയ മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ആ ഒരു ആംബിയൻസും ഒക്കെയാണ് അവിടെ. അപ്പം സ്ട്രിക്റ്റ് കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് അവർ എക്സാം അവറാണ്. അപ്പം പല സബ്ജക്ട്സ് മാറ്റി എല്ലാ ദിവസവും രാവിലെ എക്സാമാണ് ഫസ്റ്റ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ബോയ്സും ഗേൾസും ഇൻട്രാക്ഷൻ പാടില്ല, ഒരു രീതിയിലുള്ള സംസാരവും പാടില്ല ബോയ്സ് ഗേൾസും. പിന്നെ നമുക്ക് ഗേൾസിനാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, ഒരു കാരണത്തിനും ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, ഔട്ടിംഗ് ഇല്ല. അപ്പം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പാരൻസിനും എന്നാൽ ശരി ഓക്കെ നല്ലൊരു കോളേജാണ് എന്നുള്ള രീതിയിൽ നമ്മളവിടെ അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളവിടെ ജോയിൻ ചെയ്യുന്നത് ഓഗസ്റ്റിനാണ്.
അപ്പോൾ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്ത് എൻ്റെ കൂടെ +2 പഠിച്ച എൻ്റെ ക്ലാസ്സിലില്ല, എന്നാലും എൻ്റെ സ്കൂളിൽ തന്നെ പഠിച്ച ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 4 പേരുടെ റൂമായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 7 പേരുണ്ട്, സോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരൊറ്റ റൂം മതി, ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജിനും ഓഫ് കോഴ്സ് 2 റൂം കൊടുക്കുന്ന സ്ഥലത്ത് അവർക്ക് ഒരു റൂം കൊടുത്താൽ മതി, പക്ഷെ ഇത്രയും കുട്ടികളുടെ ഫീയും കിട്ടുമല്ലോ. അപ്പോൾ അവരും ഹാപ്പി, എല്ലാവരും കൂടെ നമ്മൾ ഒരു ഒറ്റ റൂമിലായതുകൊണ്ട് നമ്മൾ ഹാപ്പി. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിന്നിട്ടില്ല. ഇപ്പോൾ സപ്പോസ് ആരുടെങ്കിലും നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ 1-2 ദിവസം ആണ് മാക്സിമം നിൽക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരും. അപ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ചെന്നപ്പോഴത്തേനും കിട്ടിയത് ഈ ഹോസ്റ്റലിൽ അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏറ്റവും മേലെ മെസ് ഹാൾ ഉണ്ട്, അവിടെ ഫുൾ ഇങ്ങനെ ബെഡ് ഇട്ടിട്ട് ഒരു ഡോമിറ്ററി പോലെ അവിടെയാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെന്ന ദിവസം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ മൺഡേ ക്ലാസ് തുടങ്ങുന്നു, നമ്മളവിടെ സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, സാറ്റർഡേ നമ്മളവിടെ എത്തി. കാരണം ഒരു ദിവസം ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയമാവാനായിട്ട്. അപ്പോൾ അവിടെ എത്തി. അവർ പോകുന്ന ആ ഒരു സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പാരൻസ് ഇല്ലാണ്ട് നിൽക്കാൻ പോവാണല്ലോ. അപ്പം അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ അറിയുന്ന കുറച്ച് പേരുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ അറിയുന്ന കുറച്ച് സീനിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ആ ഒരു സമാധാനം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഹോസ്റ്റൽ കോളേജിൻ്റെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ സൺഡേ ഓപ്പണിംഗ് ആണ് ഹോസ്റ്റൽ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ടൈമിംഗ് ഉണ്ട് ഹോസ്റ്റലിൽ പോകാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ്ങിൽ ഒരു 3 to 4 ഗേൾസിനും 4 to 5 ബോയ്സിനുമാണ്, അങ്ങനെയാണ് ടൈം. അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയി കുറച്ച് ചിപ്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേനും പുള്ളിക്കാരി പറഞ്ഞു സീനിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, നമ്പർ എടുത്ത് അങ്ങോട്ടേക്ക് അവരുടെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊരു റാഗിങ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് ഡേ ആണ്, പിന്നെ നമ്മൾ പാരൻസായിട്ട് മാറി നിൽക്കുവാണ്. പിന്നെ അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇപ്പം ഇന്ന് ആലോചിക്കുമ്പോഴത്തേനും നമുക്ക് തോന്നാറുണ്ട് നമ്മൾ അതൊരു ഫണ്ണി ആയിട്ട് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ആ ഒരു പ്രായത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് അറിയില്ല, നമ്മൾ പാരൻസൊക്കെ വിളിച്ചപ്പോഴത്തേനും ഭയങ്കര കരച്ചിലും നമ്മളങ്ങ് എന്താ പറയുക ആകെ ഒരു സേഫ് അല്ല എന്നുള്ള രീതിയിലോട്ട് ചിന്ത മാറി. ബിക്കോസ് കാരണം അവർ വഴി തന്നെയാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തത്. എന്നിട്ട് അവർ റാഗ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫസ്റ്റ് ടൈം ആണല്ലോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഫേസ് ചെയ്യുന്നത്, റാഗിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ഹെവി ആയിരുന്നു ടാസ്കുകളൊക്കെ തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസ് വിളിച്ചപ്പോഴത്തേനും എല്ലാവരും ഫോണും ലാപ്ടോപ്പും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നുമില്ല. കാരണം നമ്മുടെ റൂമിലെ പ്ലഗ് പോയിന്റ്സിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലെ ഫോണിലേക്കാണ് അവർ വിളിക്കുക. അപ്പം വാർഡൻ മൈക്കിൽ അനൗൺസ് ചെയ്യും ഇന്ന റൂം നമ്പർ, ഇപ്പം ഞാനാണെങ്കിൽ സുപ്രിയ കോൾ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും. നമ്മൾ ഓടി വാർഡൻ്റെ റൂമിൽ പോയി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം വിളിക്കാനും ഒരു സമയമുണ്ട്, രാത്രി 7 തൊട്ട് 10 വരെയോ അങ്ങനെ എന്തോ ആണ് പാരൻസിനെ വിളിക്കാനുള്ള സമയം. അങ്ങനെ പാരൻസ് വിളിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര കരച്ചിലും. അപ്പോൾ അവരും പേടിച്ചു പോയി, എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കോളേജിലോട്ട് വിളിച്ചത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആയി. ഇപ്പം നമ്മളൊരു 10-30 പേരുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ കോളേജിൽ എത്തുന്നതിനൊക്കെ മുന്നേ അവിടെയുള്ളവരൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങി, തിരിച്ചറിഞ്ഞു തുടങ്ങി ഇവരാണ് ആളുകൾ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ നമ്മുടെ സീനിയേഴ്സിലെ കുറച്ച് പേർക്ക് സസ്പെൻഷൻ കിട്ടി. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നത് കോളേജിലോട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഇപ്പം ആലോചിക്കുമ്പോൾ അത് ചിരിയാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സിറ്റുവേഷനും പേടിയും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ അവർക്ക് സസ്പെൻഷൻ കിട്ടി. അപ്പോൾ അതോടുകൂടെ ഓഫ് കോഴ്സ് നമ്മളും അവരും തമ്മിൽ ചെറിയ ഇഷ്യൂസ് അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഭയങ്കര പേടി. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും ആയോ, അപ്പോൾ ശരിക്കുള്ള റാഗിങ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അപ്പം കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തവണ ലീവ് ഉണ്ടാവുമല്ലോ, എല്ലാ മാസവും നമുക്ക് ലീവ് ഉണ്ടാവും 3 ദിവസം. ആ മന്തിൽ വരുന്ന ലാസ്റ്റ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണ് നമുക്ക് ലീവ് ഉണ്ടാവുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ട്രെയിനിലും ബസ്സിലൊക്കെയാണ് പോവുക. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു
ഭീഷണിയുടെ സ്വരം ഉണ്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഈ 7 പേർക്കും വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വണ്ടി വിടും, കാറ് വിടുമായിരുന്നു. അപ്പം നമ്മൾ ആ കാറിലാണ് തിരിച്ചു വരുന്നതും പോയിക്കൊണ്ടിരുന്നതും ഒക്കെ. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോഴത്തേനും ഓഫ്കോഴ്സ് നമുക്ക് ബോയ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അപ്പം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഭയങ്കര ജാടിയിട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദ ഫാക്ട് ഈസ് നമ്മൾ പേടിച്ചിട്ടാണ് പാരൻസ് ഇവിടുന്ന് വണ്ടി വിടുന്നുണ്ടായിരുന്നതും തിരിച്ച് ആ വണ്ടിയിൽ തന്നെ കൊണ്ടാക്കുന്നുണ്ടായിരുന്നതും. നമ്മൾ പിന്നെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ നല്ല നല്ല ആളുകളെ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. ഓഫ്കോഴ്സ് ഒരു കോളേജിൽ നമ്മൾ ആദ്യമായിട്ട് ചേരുന്നു. അപ്പോൾ നല്ല നല്ല ആളുകളെ കാണാണെങ്കിൽ നമ്മൾ റൂമിലൊക്കെ വന്നത് ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേനും ഞാൻ ഈ ശരത്തിനെ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ റൂമിൽ ഇങ്ങനെ സംസാരമുണ്ട്, മെക്കാനിക്കലിൽ ശരത്ത് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, അടിപൊളിയാണ് കാണാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ കണ്ടില്ല. ഒരു ദിവസം ഇങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി ക്ലാസ്സിൽ നിന്ന്. എന്താ വെച്ചാൽ ക്ലാസ് കഴിഞ്ഞു, നമ്മൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് ശരത്തിനെ കാണിച്ചു തരാണ് ഫസ്റ്റ് ടൈം, അകലെ നിന്നിട്ട്. അതാ ശരത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണോ ശരത്ത്? അത്ര ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ കാണാനായിട്ട്, ഇതിലും നല്ല പയ്യനുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് കാണാൻ ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ടായിരുന്നു, ശരത്തിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ഇവള് വന്ന് ശരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയും, ഇങ്ങനെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ ഉള്ള വിശേഷങ്ങൾ പറയും. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഞങ്ങളുടെ യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് ചെറിയൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനൊക്കെ വന്നു തുടങ്ങി. ഓഫ് കോഴ്സ് കോളേജിൽ അത് പറ്റില്ല, എന്നിരുന്നാലും കൂടെ പല വഴികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കമ്പനി ആയി തുടങ്ങി. അങ്ങനെ നമ്മുടെ റൂമിലുള്ളവരും ഒക്കെ ആയിട്ട് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വന്നു തുടങ്ങി, നമുക്ക് ഫ്രണ്ട്സായി. അപ്പം അങ്ങനെയാണ് ഒരു ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലോസ് ആണ് ഈ കഥാനായകൻ. അപ്പോൾ പുള്ളി പറയുന്നത് ആ കഥാനായകൻ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരത്തായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പുള്ളി അങ്ങനെ അധികം സംസാരിക്കില്ലാത്ത ഒരു ആളാന്ന് തോന്നുന്നു, അപ്പം നിങ്ങൾ വിളിച്ച് സംസാരിക്കുന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ വെച്ച് കാണുമ്പോഴത്തേനും ശരത്ത് ആരുടെ അടുത്തും അങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഗേൾസിൻ്റെ അടുത്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങനെ ഒരു ചെറിയൊരു ഷൈ ടൈപ്പാണ്. അങ്ങനെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഇൻറ്റൻഷ്യലി സംസാരിക്കാൻ പോകുന്നതല്ലേ, സപ്പോസ് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാലും പുള്ളി അങ്ങ് ഒഴിഞ്ഞു മാറി പോവായിരുന്നു. ഞാൻ ലവ് സ്റ്റോറിയിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല അല്ലേ. ഓക്കെ, ഞാൻ ഈ കഥ പറയാനിരുന്ന ഇതാണ് പ്രശ്നം കേട്ടാ. എനിക്ക് അത് മുതലേ ഇരുന്ന് സമയമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് നോക്കാട്ടെ, ഇത് ഇപ്പോഴൊന്നും അവസാനിക്കുന്ന എനിക്ക് തോന്നാനില്ല. അങ്ങനെ കുറേ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് ആക്സിഡൻ്റലി എനിക്ക് ഫോണില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബൈ റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, പക്ഷേ നമ്മൾ കാണാണ്ടൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നു, ഫോൺ കിട്ടി. ഫോണിൽ നമ്മുടെ കോണ്ടാക്ട്സിൽ അന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആണല്ലോ, ഒരു ദിവസം 100 മെസ്സേജാണ് നമുക്ക് അയക്കാനായിട്ട് പറ്റുള്ളൂ. അന്ന് 2010, 11, 12, 13, 14 ആ കാലഘട്ടമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കോണ്ടാക്ട്സിൽ എനിക്ക് നമ്പർ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ കോണ്ടാക്ട്സിലുള്ള എല്ലാവർക്കും ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് നമുക്കൊന്നിച്ച് ഫോർവേഡ് ചെയ്യാമല്ലോ. അപ്പോൾ ദിസ് ഇസ് സുപ്രിയ, ദിസ് ഇസ് മൈ നമ്പർ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് റിപ്ലൈ കിട്ടി, ഓക്കേന്നോ അങ്ങനെ എന്തോ ആണ് ശരത്തിൻ്റെ അടുത്ത് നിന്ന് റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതൊരു അത് കാരണം ശരത്ത് റിപ്ലൈ ചെയ്തില്ല, അതൊരു ഭയങ്കര സംഭവം എൻ്റെ റൂമിൽ. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കോളേജിലൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേനും കാണുമല്ലോ, അപ്പോൾ ചുമ്മാ ചിരിക്കുമായിരുന്നു. ശരത്തിൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഓഫ് കോഴ്സ് ഒരു മലയാളി എന്നുള്ള രീതിയിലാണ്, ഓഫ് കോഴ്സ് ഒരു മലയാളീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം തോന്നുമല്ലോ. അപ്പം അങ്ങനെ ശരത്തിനെയും ഇടയ്ക്ക് കാണുമായിരുന്നു, ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഫ്രണ്ട്സ്, ശരത്തിൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒരു ഫ്രണ്ടും
നല്ല എന്താ പറയുക അവർ റിലേഷനിലാണ്. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരത്ത് എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാനും ഇവിടെ സംസാരിച്ചു, ശരത്തും അവിടെ സംസാരിച്ച് അത് ക്ലിയറായി. അങ്ങനെയാണ് ഞങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും സംസാരിക്കുകയല്ലായിരുന്നു, ഇടയ്ക്ക് മെസ്സേജ് ചെയ്യായിരുന്നു. അവിടെ നിന്നോട്ടാണ് മെസ്സേജിങ് തുടങ്ങിയത്. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യായിരുന്നു. അങ്ങനെ മെസ്സേജ് ചെയ്ത് നല്ല ക്ലോസ് ആയി. ശരത്തായിട്ട് എന്താ പറയുക, നമുക്കൊരു നല്ലൊരു കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ അത് എപ്പോഴാണ് ഒരു ഭയങ്കര ക്ലോസ് ആയി, മീൻസ് നല്ല ഫ്രണ്ട്സായി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആള് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത് നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി ആയിരുന്നു. ബിക്കോസ് അവിടെ അച്ഛനും കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, എൻ്റെ അപ്പച്ചനും കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പാരൻസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ മെസ്സേജ് അയച്ച് ആദ്യമൊക്കെ ഫോർവേഡ് മെസ്സേജസ് ആയിരുന്നു അയക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ചുമ്മാ ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് അങ്ങനെ മെസ്സേജായി. പിന്നെ കാഷ്വലായിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അതിനുശേഷം പിന്നെ ഭയങ്കര മെസ്സേജിങ് ആയി. കോളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഭയങ്കര മെസ്സേജിങ് ആയി. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 100 മെസ്സേജ് ഉണ്ടല്ലോ ഡെയിലി, ആ 100 മെസ്സേജൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ദിവസം എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശരത്ത് വിളിച്ചത് തന്നെ. അപ്പം ശരത്ത് വിളിച്ചു കഴിഞ്ഞ് എനിക്കാണെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ചമ്മലാണ്. കാരണം നമ്മൾ ഈ ടെക്സ്റ്റ് ചെയ്യണ പോലെ അല്ലല്ലോ, കോൾ എടുത്ത് സംസാരിക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ബോയ്സ് ആയിട്ട് ഒരു എന്താ പറയുക, ഞാൻ 10th വരെ പഠിച്ചത് ഗേൾസ് ഓൺലിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗേൾസ് ആയിരുന്നു എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേനും ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷേ അന്ന് വിളിച്ചത് ഇങ്ങനെ വിശേഷങ്ങളൊന്നും പറയാനല്ല, വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ സ്റ്റഡി അവറാണ്, ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ സ്റ്റഡി അവറാണ് ശരത്തെ, ഞാൻ എന്നാൽ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം തിരിച്ച് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പോഴാണ് കഴിയുക, 10:30. അപ്പോൾ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, കിടന്നു നീ, എന്നാൽ പിന്നെ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് 10:30 ചെയ്യുമ്പോഴത്തേനും വീണ്ടും ശരത്തിൻ്റെ കോൾ ഇങ്ങോട്ട് വരാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു. അപ്പം എനിക്ക് എന്താ പറയുക, ഐ എം ട്രൂലി സെയിങ് ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ശരത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷെ ഒരു ഇഷ്ടം മീൻസ് ലവ് എന്നുള്ള ഫീലിംഗ് അല്ല, പക്ഷെ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്താ പറയുക, നല്ലൊരു പേഴ്സണാലിറ്റി ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ ഏത് മൊമെൻറ്റിലാണ് ശരത്തിൻ്റെ അടുത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ആ ഒരു ഫീലിങ്സ് മാറിയിട്ടില്ല. സ്റ്റിൽ ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഫീലിങ്ങോട് കൂടെ തന്നെ ആ ഒരു ലവ് എന്നുള്ള ഫീലിംഗ് എപ്പോഴാണ് വന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും ആ ഒരു സംസാരങ്ങളിൽ കൂടെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷെ രണ്ടുപേരും പറഞ്ഞിട്ടില്ല, ഒരു സൈനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നമ്മൾ ആകെ കണ്ട് സംസാരിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ട് സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 2-3 ദിവസമായിട്ട് ശരത്ത് എന്നെ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പം ഞാനും വിചാരിച്ചു എന്തെങ്കിലും അസൈൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനെ എക്സാംസ് ഒക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടെന്ന് വെച്ച് ഞാനും അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിച്ചില്ല. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തീരെ സംസാരിക്കാത്ത പോലെ. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പം എൻ്റെ അടുത്ത് പറയുന്നുണ്ടില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്തിനെ. അപ്പം എനിക്ക് ഏകദേശം എൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കണ അല്ല, ഇത് ഫ്രണ്ട്ഷിപ്പിനെ ആയിരിക്കും, ചിലപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഇങ്ങനെയായിരിക്കും. കാരണം വിളിക്കാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം വരുന്നു, എപ്പോഴും കാണാൻ തോന്നുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇതാണോ ലവ് എന്നുള്ള ഫീലിംഗ്, അത് ഇത് ക്ലോസ് ഫ്രണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഫീലിംഗ് ആണോ എന്നുള്ളത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഓഫ്കോഴ്സ് കാണാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമവും, മെസ്സേജ് വരാണ്ടിരിക്കുമ്പോൾ ഒരു വീർപ്പ് മുട്ടലും, മെസ്സേജ് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഒരു പ്ലസന്റ് ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ
അന്ന് രാത്രി വിളിച്ച് ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ കാര്യം എന്ന് പറ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞതോ ചെയ്തോ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്താന്നുള്ള കാര്യം പറയാം, എന്നിട്ട് നീ വിളിക്കായിരുന്നോ. അങ്ങനെ ശരത്തിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാ പറഞ്ഞതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫീലിങ്സ് ശരത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു മാരേജ് എന്നുള്ളൊരു ഇതിലേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിനക്ക് എങ്ങനെയാണ് എൻ്റെ അടുത്തുള്ള ഫീലിംഗ് എന്ന് ചോദിക്കണേ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണേ, ശരത്ത് അത് പറഞ്ഞപ്പോഴത്തേനും എനിക്കുണ്ടായ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണേ, ദ സെയിം ഫീലിംഗ് തന്നെയാണ് എനിക്ക് ശരത്തിൻ്റെ അടുത്തുള്ളത്, ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ള കാര്യം. സോ പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പച്ചനെയും അമ്മേനെയും വലിയണ്ണയും കുഞ്ഞണ്ണിയൊക്കെയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ചീറ്റ് ദം, ബിക്കോസ് അവർ ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ് നമ്മളിവിടെ വിട്ടിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അറ്റ് എ ടൈം ശരത്തിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ശരത്ത് നീ എന്തായിരുന്നു ഈ പറയണത്, ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഞാൻ റിപ്ലൈ ചെയ്തത്, അല്ലാണ്ട് ഫോൺ കട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല ചെയ്തേ. കാരണം എൻ്റെ മനസ്സിലും ആ ഒരു ഇഷ്ടവും ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. വീട്ടിലെ എന്താ പറയുക, അവരെ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാനേ പോകുന്നില്ല, ബിക്കോസ് ആ ഒരു ഇന്റർ റിലീജിയൻ ആണ് എന്നുള്ള കാര്യം. പിന്നെ ലവ് മാരേജ് ആണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, എന്നെ ഭയങ്കര ലാളിച്ചും കൊഞ്ചിച്ചൊക്കെ തന്നെയാണ് വീട്ടിൽ വളർത്തിയിട്ടുള്ളത്, അപ്പച്ചനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ട്രസ്റ്റ് കളയരുതെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. ഞാനപ്പം ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ശരത്ത് ഇത് നടക്കാനൊന്നും പോകണില്ല, എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല, നിൻ്റെ വീട്ടിൽ സമ്മതിക്കും, നിൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ചുമ്മാ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്നിരിക്കുന്നത്, ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് പോകുന്നില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, അത് അങ്ങ് കളഞ്ഞേക്ക്, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ശരത്തിൻ്റെ അടുത്ത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് ഓക്കെ ആയിരുന്നു, സോറി ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. സോറി, ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഫീലിംഗ് തോന്നിയത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അത് സോൾവായി വെച്ചതിന് ശേഷം എനിക്കങ്ങ് ഭയങ്കര എന്താണെന്നറിയില്ല, ഭയങ്കര വിഷമവും ഭയങ്കര കുറ്റബോധമൊക്കെ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ആ മൊമെന്റിലാണ് ഞാൻ തിരിച്ചറിയുന്നത് ഐ മീൻ ലവ് വിത്ത് ഹിം എന്നുള്ള ആ ഒരു റിയാലിറ്റി ഞാൻ മനസ്സിലാക്കുന്ന ആ ഒരു മൊമെന്റിലായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിൽ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഒരു അടിപൊളി ലൈഫാണ് ശരത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു അടിപൊളി ലൈഫായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സമയത്ത് മൊത്തം അറേഞ്ച് മാരേജിൻ്റെ എന്താ പറയുക പ്രോസ് ആൻഡ് കോൺസും ലവ് മാരേജിൻ്റെ പ്രോസ് ആൻഡ് കോൺസും നോക്കുമല്ലോ. അപ്പം അതിൽ മൊത്തം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറേഞ്ച് മാരേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ന്യൂസും ഓരോരുത്തരുടെ ലൈഫൊക്കെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഓഫ്കോഴ്സ് അങ്ങനത്തെ ചിന്തകളാണല്ലോ നമുക്ക് വരിക. ഇപ്പോഴത്തെ ലവ് മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പോസിറ്റീവ് സൈഡാണ് ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ ഇഷ്യൂസ്, അറേഞ്ച് മാരേജ് ആയിരുന്നു, എന്നിട്ട് ഡിവോഴ്സായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഓഫ്കോഴ്സ് ഇവിടെ ആ ഒരു ലവ് മാരേജിൻ്റെ അല്ലെങ്കിൽ ശരത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു ഇഷ്ടവും കമ്മിറ്റ്മെൻറ്റും കൂട്ടാനായിട്ട് ഞാനെടുത്ത എന്താ പറയുക മനഃപൂർവ്വം എടുക്കുന്ന കാരണങ്ങളായിരുന്നു ഈ അറേഞ്ച് മാരേജിൻ്റെ എന്താ പറയുക നെഗറ്റീവ് സൈഡ് എന്നുള്ളത്. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് സംസാരമൊന്നും ഉണ്ടായിട്ടില്ല, മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെസ്സേജ് ചെയ്തപ്പോഴത്തേനും ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ പറഞ്ഞാൽ ചോദിച്ചോളൂ. ആ 2-3 ദിവസമാണ് കേട്ടോ, ആ 2-3 ദിവസം എനിക്ക് പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരത്ത് നോർമലായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരത്തിൻ്റെ അടുത്ത് സംസാരിക്കാനും. എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ വെറുതെ മിസ്സാക്കി കളഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക് വരുന്നുണ്ടായിരുന്നത്. ശരത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അന്നൊരു കാര്യം പറഞ്ഞില്ലേ, ഒരു തവണ പോലും എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇതേവരെ തോന്നിയിട്ടില്ലേ, ഒരു തവണയെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്തത് ശരത്ത്. ഞാനപ്പോൾ ആദ്യം നോന്ന് ടൈപ്പ് ചെയ്തു, ഇതെൻ്റെ ഒരു സെക്കൻഡ് ചാൻസ് ആണ്, ലെറ്റ് മീ
ഓപ്പൺ അപ്പ് മൈ മൈൻഡ്. ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറയാം, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ്. അപ്പോൾ അത് പറയാം, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ എന്തായാലും പറ്റില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ശരത്തിന് മെസ്സേജ് അയച്ചു. തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇത് നടക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു എൻ്റെ എന്താ പറയുക, നമ്മൾ ആ ചിന്തിക്കുന്ന ആ ഒരു ഇതിനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, നിൻ്റെ അടുത്ത് ആ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓഫ് കോഴ്സ്. പക്ഷേ നീ ഒരു ക്രിസ്ത്യൻ ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ പ്രസൻറ്റ് ചെയ്തേനെ. പക്ഷെ നീ അന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തന്നതൊക്കെ അങ്ങനെയാണല്ലോ. റിലീജിയൻ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മുടെ റിലീജിയനിൽ തന്നെയുള്ള ഒരാളെ ആയിരിക്കണം എന്നുള്ളൊരു സംഭവമാണല്ലോ നമ്മുടെ മൈൻഡിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നടക്കാനുള്ള പോസിബിലിറ്റി പോലും ഇല്ലാത്ത ഒരു റിലേഷനാണ്. പക്ഷെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഒരു ഇതിലോട്ട്, ആ ഫീലിങ്സിലോട്ട് പോയതല്ല, അറിയാതെ നമ്മുടെ ഉള്ളിൽ വന്ന ഒരു ഫീലിങ്സ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലാണ് ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. ശരത്ത് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവും, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതന്ന് പറഞ്ഞ് അങ്ങനെ സോൾവ് ചെയ്തു. നീ ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ശരത്ത്. അങ്ങനെ ഞാൻ എന്തിനീ ചിരിക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ആ ഒരു സീനും ഞാൻ ഇരിക്കുന്നുണ്ടായ ആ സ്ഥലങ്ങളും, ഞാൻ എൻ്റെ നമുക്ക് 4 എന്താ പറയുക കോർണേഴ്സ് ആണല്ലോ റൂമിൽ. ആ ലെഫ്റ്റിൽ അവിടെ അറ്റത്ത് ഒരു ഷെൽഫ് ഉണ്ട്, അതിൻ്റെ അവിടെ ആയിട്ടാണ് ഞാൻ ഇപ്പോഴും ഇരുന്ന് ചാറ്റ് ചെയ്യാറ്. അവിടെ ഇരുന്നാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഫോണാണ്, കീപാഡൊക്കെ ഉള്ള ഒരു ബ്രൗൺ കളർ സാംസങ്ങിൻ്റെ ഫോണായിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ ഞാൻ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ ഇതേപോലെ തന്നെ സംസാരം വീണ്ടും തുടങ്ങി, പക്ഷെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെ വീണ്ടും സംസാരിച്ച് പിന്നീട് എപ്പോഴോ ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ, വെറുതെ ട്രൈ ചെയ്ത് നോക്കിയാലോ. ബിക്കോസ് വീട്ടിൽ സംസാരിച്ച് അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫ് എന്ന് തോന്നുന്നു എന്ന് ഞാൻ ശരത്തിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. ശരത്തും തിരിച്ച് ഓക്കെ, ശരത്തും ഹാപ്പി ആയത് കേട്ടപ്പോഴത്തേനും. അപ്പം ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ് ഉണ്ട്, പക്ഷേ നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന്. അപ്പം അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നെ എന്നെ ഡിസ്കംഫേർട്ട് ആക്കണ്ട എന്നുള്ള രീതിയിലാണ് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ആ ഫീലിങ്സ് എൻ്റെ അടുത്ത് തോന്നുന്നുണ്ട് എന്നുള്ളത് ശരത്തും ഷെയർ ചെയ്യാണ്. അതാ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അനിയത്തിപ്രാവ് ഫിലിമിൽ അവർ പറയുന്നുണ്ടല്ലോ, നമ്മളെ മനസ്സിലാക്കും വീട്ടുകാർ, നമ്മുടെ ആ ഒരു ഇഷ്ടം മനസ്സിലാക്കും, എങ്ങനെയെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ ആ ഫിലിമിലും പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടെന്ന്. ആ ഒരു ഹോപ്പ് തന്നെയായിരുന്നു എനിക്കും. ഒരിക്കലും അവരെ വിഷമിപ്പിച്ചുകൊണ്ട് കല്യാണം കഴിക്കണ്ട, പക്ഷെ അവരെന്തെങ്കിലും സമ്മതിക്കും. നമ്മുടെ ആ ഒരു ഫീലിങ്സും നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്തെങ്കിലും മനസ്സിലാക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു കാര്യമായിരുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ ശരത്തിൻ്റെ ഫാമിലി ആണെങ്കിലും അമ്മയൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പാവമാണ് അമ്മയൊക്കെ. അപ്പം അമ്മയ്ക്കൊക്കെ അത് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഫീലിങ്സ് ഒക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. കുറേ നമ്മൾ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടാന്ന് വെക്കാനായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ആണല്ലോ നമ്മൾ ആ സമയത്ത്, നമുക്ക് വേറെ ഒന്നും തലയിൽ കയറില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് മാറുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കങ്ങ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലിപ്പം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം കഴിക്കും. നമുക്കിങ്ങനെ എന്താ പറയുക, ലവേഴ്സായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ കറങ്ങാൻ പോവുക അങ്ങനെയൊന്നും ചെയ്യണ്ട. ആ ഒരു ഫീലിങ്സ് എനിക്കുണ്ടെന്ന് ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ശരത്തും എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞു. അത് നമ്മുടെ മനസ്സിൽ വയ്ക്കുക. ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാനോ ഇറങ്ങി വരാനോ ഒന്നും പറ്റില്ല. അവര് വേറെ ഇപ്പം ആരെയാണോ കല്യാണം കഴിക്കാൻ പറ്റുന്നത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഇല്ല അവര് വേറെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്യും. ശരത്തും ഇതേപോലെ തന്നെ നമുക്ക് ശരത്തിന് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. എന്നേക്കാൾ കൂടുതൽ ഹോപ്പ് ശരത്തിനായിരുന്നു. അവർ സമ്മതിക്കും, നമ്മുടെ വീട്ടിൽ സമ്മതിക്കും, അവിടെയും സമ്മതിക്കും എന്നുള്ളൊരു ഹോപ്പ് ശരത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവനെ വിളിച്ചിട്ട്, അപ്പം
ശരത്തിൻ്റെ കസിൻസിനൊക്കെ ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങി. ശരത്ത് ഈ കാര്യം ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഒരു കസിൻ ഒരു ദിവസം എന്നെ വിളിച്ചപ്പോഴത്തേനും അവൻ്റെ ലവ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു. ഞാനായിട്ട് നല്ല ക്ലോസ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ലവറുണ്ടോ? എനിക്ക് ലവറുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവൻ്റെ അടുത്ത് എൻ്റെ ഈ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവനും എൻ്റെ ചേട്ടനും കൂടെ ധ്യാനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവന് മനസ്താപം വന്ന് ഇവൻ ഈ കാര്യം മൊത്തം എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, എൻ്റെ വലിയാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വലിയാണ്ട് ഞാനും ഭയങ്കര ക്ലോസ് ആണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇക്കാര്യം എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ അത് ഞാൻ മനസ്സിൽ തന്നെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു റിലേഷൻ നമ്മൾ ജസ്റ്റ് രണ്ടുപേരും പറഞ്ഞു. പക്ഷെ ഇപ്പൊ പറയേണ്ട കാര്യമില്ല, ഇപ്പൊ പറഞ്ഞ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നറിയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അത്രയ്ക്കും എന്താ പറയുക സീരിയസ് ആയിട്ടും ആ ഒരു റിലേഷൻ മീൻസ് എന്താ പറയുക പഠിപ്പൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സെറ്റിലായതിനു ശേഷം വീട്ടിൽ പ്രസന്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇവനത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചേട്ടൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചേട്ടനത് കേട്ടപ്പോഴത്തേനും അത് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. അപ്പോൾ കോളേജിലെ വേറെ 2-3 ഇഷ്യൂസ് ഒക്കെ ഉള്ളത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം ഞാൻ ഹൈഡ് ചെയ്തു, മൈ മിസ്റ്റേക്ക്. അപ്പോൾ ചേട്ടൻ അന്ന് എന്നെ വിളിച്ചു. ചേട്ടനാണെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. ചേട്ടൻ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. ഞാനപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അങ്ങനെ ഇല്ല, എനിക്ക് അതല്ല ഞാൻ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, അതാണ് ഞാൻ അടുത്ത് പറഞ്ഞത്, അത് തന്നെയാണ് അവരും ഞാൻ നുണ പറയായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ. ചേട്ടൻ വിളിച്ചു, എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് വയ്യ, എനിക്കാണെങ്കിൽ കൈയും കാലമൊക്കെ വരച്ചു തുടങ്ങി. കാരണം ഓൾറെഡി നമ്മൾ മനസ്സിൽ അവരുടെ അടുത്ത് ഹൈഡ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ വീണ്ടും വിളിച്ചപ്പോഴത്തേനും ഞാൻ നുണയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പം എൻ്റെ മനസ്സിലല്ല ശരിക്കും ഞാൻ അവരെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ഭയങ്കര കുറ്റബോധം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ശരത്തിനെ വിളിച്ചപ്പോഴത്തേനും ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഹൈഡ് ചെയ്യാനേ ഓൾറെഡി നമ്മൾ പറയേണ്ടതായിരുന്നു. പക്ഷെ പിന്നെയും ചേട്ടൻ വിളിച്ചപ്പോഴത്തേനും നമ്മൾ ഹൈഡ് ചെയ്തിട്ട് പിന്നെ അത് അവരെ അറിയുമ്പോഴത്തേനും ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ദേഷ്യത്തിനേക്കാൾ കൂടുതൽ അവർക്ക് നീ അങ്ങനെ ചെയ്തല്ലോ, അവരുടെ അടുത്ത് നുണ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നീ വിളിച്ചു പറയാം, എന്താണോ വരണത് അത് ഫേസ് ചെയ്യാലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വിളിച്ചു പറയാനുള്ള ധൈര്യമേ ഇല്ലായിരുന്നു. അങ്ങനെ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ശരി നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട ശരത്ത് വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണിങ്ങനെ, എനിക്കൊരു റിലേഷനിലുണ്ട്, പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ ചേട്ടാ, ഞങ്ങളിപ്പോൾ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്. പിന്നെന്താ ഉണ്ടായെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഭയങ്കര പ്രശ്നങ്ങളായി. എൻ്റെ കുഞ്ഞേട്ടൻ വിളിച്ചു. കുഞ്ഞേട്ടൻ നാട്ടിലില്ല, മസ്കറ്റിലാണ്. കുഞ്ഞേട്ടൻ വിളിച്ചു. പിന്നെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേഴ്സ്റ്റ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ശക്തിനെ ഹോൾഡ് ചെയ്ത് നിൽക്കണം എന്നുണ്ട്. എന്നാൽ ഇപ്പുറത്ത് എനിക്ക് അമ്മ, അപ്പച്ചൻ, ചേട്ടന്മാര്, റിലേറ്റീവ്സ് അങ്ങനെയുള്ള ഫീലിങ്സും ഉണ്ട്. എനിക്ക് രണ്ടുപേരെയും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്നുള്ളത്. എനിക്കറിയാം ഇത് ശരത്തിന് ഞാനൊന്ന് കൈവിട്ട് ആ ഒരു ലൈഫ് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയില്ല ഇത്രയും നല്ലൊരു എന്താ പറയുക നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു ലൈഫ് എനിക്ക് മുന്നോട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ശരത്തിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി മിസ്സായി പോകും. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ, ഒരുപാട് കരയുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ശരി ഞാൻ വേണ്ടാന്ന് നോക്കിയാൽ കുഴപ്പമില്ല. കാരണം എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവരാണ് അവരൊക്കെ, എന്നെയും അതേപോലെയാണ് അവർ കൊണ്ട് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല, എൻ്റെ ഒരു ഫീലിങ്സ് ആണല്ലോ. ശരത്തും ഓക്കെ മീൻസ് എന്താ പറയുക, ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നാണോ നീയായിട്ട് വേണ്ടാന്ന് തോന്നണേ, നിനക്ക് വേറെ ഫീലിങ്സ് വരുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ,
പക്ഷേ വേറൊരാൾ പറഞ്ഞ് എന്നെ അത് ചെയ്യും ഇത് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത് വേണ്ടാന്ന് വിചാരിക്കരുത്. നിനക്ക് സ്വന്തമായിട്ട് തോന്നുകയാണെങ്കിൽ നീ എന്താണോ വേണ്ടാന്ന് വയ്ക്കുന്നത് അന്ന് ആ ഒരു ഡിസിഷനായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെയാണ് ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിനക്ക് ഡിസൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാനത് വേണ്ടാന്ന് നോക്കിയാൽ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഐ എം സോ സോറി എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. കുഞ്ഞാണ്ണും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നിനക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് പിന്നീട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്ന ഇതിലും അപ്പുറമായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലീനെ നഷ്ടപ്പെടാന്നുള്ളത്. അപ്പം ഞാൻ കരുതി എന്താ കുഴപ്പമില്ല, ഇത് പതുക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ട് അവിടെ മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ ശരത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. അന്ന് ഞാൻ ശരത്തിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്ക് വേറൊരാളെ ഇനി, ഞാൻ ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേറൊരാളെ ചിലപ്പോൾ കല്യാണം കഴിക്കേണ്ടി വരും, പക്ഷേ എനിക്ക് വേറൊരാളെ ഇനി ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ശരത്തിൻ്റെ അടുത്ത് കൂടെ ഇറങ്ങി വരാൻ പറ്റുമെന്ന്, എനിക്ക് ശരത്തിൻ്റെ കൂടെ ഇറങ്ങി വരാനോ അല്ലെങ്കിൽ വീട്ടുകാരെ വിഷമിപ്പിച്ചിട്ട് കല്യാണം കഴിക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ എനിക്കൊരു പ്രോമിസ് തരാൻ പറ്റും, ഞാൻ വേറൊരാൾ എന്തായാലും ചൂസ് ചെയ്യില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. അവരെന്തായാലും സമ്മതിക്കുമായിരിക്കും, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അത് എത്ര വർഷമാവുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്തെങ്കിലും അവർ സമ്മതിക്കും, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. ശരത്തിനും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ ശരത്തും വെയിറ്റ് ചെയ്യാം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവരെന്തെങ്കിലും അവർ സമ്മതിക്കും എന്നുള്ളൊരു ഹോപ്പ് ശരത്തിനുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പം അതുവരെ അത് എത്ര വർഷമാണെങ്കിലും നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് പതുക്കെ ഇത് അവിടെ അവസാനിപ്പിക്കാം. അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. അങ്ങനെ ഇതറിഞ്ഞിട്ട് ഞാനപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പച്ചനും അമ്മയ്ക്കും അറിയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീട്ടിൽ വന്നപ്പോഴത്തേനും ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, അപ്പച്ചൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അമ്മയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇല്ല, അവർ നോർമലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. അങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുവാണ് ഞാൻ. അന്ന് ലീവിന് നാട്ടിൽ വന്ന് എനിക്കാണെങ്കിൽ ടെൻഷനാണ്, കയ്യും കാലൊക്കെ വരച്ചിട്ട് പോയി. എനിക്കറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആലോചിക്കുന്നുണ്ട്, കഴിഞ്ഞു. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞു, ഞാൻ എല്ലാവരും ചീറ്റ് ചെയ്തു, അങ്ങനെ ഒരു കുറ്റബോധം എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനെടുത്ത ഡിസിഷൻ റൈറ്റ് ആണ് എന്നുള്ള ഫീലിങ്സ് ഇപ്പോഴത്തെ നമുക്ക് രണ്ട് മനസ്സുണ്ടെന്ന് പറയുമല്ലോ. ഒരു മനസ്സ് പറയും നീ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണ്, കാരണം നീ മനസ്സിലാക്കിയ ഒരാളാണ് എന്ന് ഒരു മനസ്സ് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇപ്പുറത്തെ മനസ്സ് പറയും നീ ഭയങ്കര ചീറ്റിംഗ് ആണ് ചെയ്തത്, ഒരിക്കലും ഫാമിലിയിൽ നിന്ന് ചീറ്റ് ചെയ്യാൻ പാടില്ല, അവർ നിന്നെ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിട്ടത് എന്നുള്ള കാര്യം ഇപ്പുറത്തെ ഒരു മനസ്സിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സീൻ, മുട്ട പൊരിച്ചുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പച്ചൻ എൻ്റെ അടുത്ത് ചോദിക്കണേ, അനു എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുക, അനു ഹൂ ഈസ് ശരത് മുണ്ടയ്ക്കൽ എന്ന്. എൻ്റെ മുട്ടയൊക്കെ അങ്ങ് കയ്യിൽ നിന്നൊക്കെ അങ്ങ് തെറിച്ചു പോയി. ഞാൻ അങ്ങ് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഓൾറെഡി ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരിതാണ് എനിക്ക്. പിന്നെ ഇവർ വന്നപ്പോഴത്തേനും അപ്പച്ചൻ്റെ അമ്മയുടെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനങ്ങ് ആകെ ഷോക്കായിപ്പോയി. പിന്നെ അവിടെ ഒരു എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. ഭയങ്കര ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് എന്താ പറയുക, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനും ഞാനങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമവും ഒക്കെയാണ് അപ്പച്ചനും ചേട്ടന്മാർക്കും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ അവർ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു എന്താ പറയുക പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റെന്ന് പറയില്ലേ, അതായിരുന്നു ഞാൻ അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുമോ അതേപോലെയൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണും ലാപ്പും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. എൻ്റെ അടുത്ത് ഇനി പഠിക്കാൻ പോകണ്ട എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തു. അങ്ങനെ 3 ദിവസത്തെ ലീവാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോൾ തിരിച്ച് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അവളിഞ്ഞ് വരുന്നില്ല, അവിടെ കോളേജിൽ ഇൻഫോം ചെയ്തോളൂ, ഞാനും വിളിച്ച് പറയാം, TC വാങ്ങിക്കാനായിട്ട് ഒരു ദിവസം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പ് നിർത്തി.